കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. 7:25 അവിടെ അബ്ദുൾ റഹീം വിമാനം ഇറങ്ങുക. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ സമയത്ത് തന്നെ എത്തുമല്ലോ അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. വലിയ പെരുന്നാൾ ദിനത്തിൽ അബ്ദുൾ റഹീമിനെ കാത്തിരിക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഞാനുള്ളത്. ഇവിടെയും ഒരുപാട് ആളുകൾ അബ്ദുൾ റഹീമിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫ്ലൈറ്റ് റഡാറിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 7:31 ഈ വിമാനം റിയാദിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ IX-322 വിമാനം കരിപ്പൂരിന്റെ മണ്ണിൽ നിലം തൊടും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ചെറുതായി മഴ പെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു പരിമിതിയാകില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. 7:31 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റു നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി ഈ ഇന്റർനാഷണൽ അറൈവലിലൂടെ ആയിരിക്കും അബ്ദുൾ റഹീം പുറത്തേക്ക് വരിക. ഒരു പക്ഷേ ഇത്രയധികം കാലം ആളുകൾ, അതായത് അദ്ദേഹം വിദേശത്ത് എത്തിയ ഉടനെ തന്നെ ഈ കേസിലകപ്പെട്ട് ജയിലിൽ ആവുകയായിരുന്നു. പിന്നീടുള്ള 20 വർഷക്കാലത്തോളം ഒരു വലിയ സഹനത്തിന്റെ ഒരു കാലമായിരുന്നു, ഒരു അതിജീവന കാലമായിരുന്നു. ഒരു പെരുന്നാൾ ദിനത്തിൽ തന്നെ, ഒരു വലിയ പെരുന്നാൾ ദിനത്തിൽ തന്നെ ജന്മനാട്ടിലേക്ക് എത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ നാട്ടിലുള്ള അബ്ദുൾ റഹീമിന്റെ ഉമ്മയടക്കമുള്ള അനേകായിരം മനുഷ്യരുടെ പ്രാർത്ഥനകളുടെ ഫലമായിരിക്കാം ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാടധികം ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തി അബ്ദുൾ റഹീമിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടേക്ക് എത്തിച്ചേർന്ന മറ്റ് യാത്രക്കാരുടെ, മറ്റാളുകളെ പിക്ക് ചെയ്യാനും ഒക്കെ വന്ന ആളുകളും എല്ലാം ഈ വാർത്ത അറിഞ്ഞ് ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്ദുൾ റഹീം വരുന്ന സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 7:31 തന്നെ ഇവിടേക്ക് എത്തും. സൗദി സമയം രാത്രി 11:55 ഈ വിമാനം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടത്. ജയിൽ ഉദ്യോഗസ്ഥർ മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി എയർപോർട്ടിൽ എത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരും കുടുംബവും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അദ്ദേഹവും ഉണ്ട് എന്നുള്ളതാണ് സഹായ സമിതി അറിയിക്കുന്ന ഒരു കാര്യം. അപ്പൊ എന്തായാലും അവരെല്ലാവരും തന്നെ വളരെ അക്ഷമരായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ മറ്റാളുകളെ പിക്ക് ചെയ്യാൻ വന്ന ആളുകൾ പോലും അബ്ദുൾ റഹീമിന്റെ മോചന വിവരം ഇന്ന് എത്തുന്നു എന്നുള്ള വിവരം അറിഞ്ഞ് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അബ്ദുൾ റഹീം വരുന്ന വിവരം അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും കൂട്ടാൻ വന്നതാണോ? അല്ല, ഞാനിവിടെ അടുത്തുള്ള തന്നെ റഹീമിനെ കാണാൻ വേണ്ടിട്ട് വന്നത് തന്നെയാണ്. അതിനുവേണ്ടി വന്നത്? അതെ, ഒന്ന് കാണാൻ വേണ്ടിട്ട് വേണ്ട. ഈ വലിയ പെരുന്നാൾ ദിനത്തിൽ തന്നെ അദ്ദേഹം വരുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. വളരെ സന്തോഷം. അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് മുമ്പ് വരുന്നു പറഞ്ഞിട്ട് നമ്മൾ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും അതിൻ്റെ ഒരു ഒന്നില്ലല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു പക്ഷേ മലയാളി മുഴുവൻ കൈകോർക്കുകയും ലോകത്തുള്ള എല്ലാ മലയാളികളും അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടിയിട്ട് കൈകോർക്കുന്നതും ആ ധനസമാഹരണം ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ പൂർത്തിയാക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം ഈ പണം നൽകിയ ശേഷവും എന്തുകൊണ്ട് ഇങ്ങനെ മോചനം വൈകുന്നു എന്നുള്ള വലിയ വിഷമങ്ങളൊക്കെ, വലിയ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ആശങ്കകൾക്കെല്ലാം തന്നെ അറുതിയായിരിക്കുന്നു. അബ്ദുൾ റഹീമിന്റെ ബന്ധുക്കൾ അല്പസമയം മുൻപ് സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ വിമാനത്തിൽ കയറുന്നത് വരെ ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ആ ആശങ്കയുടെ കാർമേഘം നീങ്ങിയിരിക്കുന്നു. അബ്ദുൾ റഹീം അല്പസമയത്തിനകം തന്നെ തന്റെ ജന്മനാടിന്റെ മണ്ണ് തൊടും. കരിപ്പൂരിന്റെ ടേബിൾ ടോപ്പ് റൺവേയിലേക്ക് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യ വിമാനം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അതിൽ ഏറ്റവും വലിയ സവിശേഷത, പ്രത്യേകത എന്ന് പറയുന്നത് ഈ വലിയ പെരുന്നാൾ ദിനത്തിലാണ്. ഇന്ന് വലിയ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ അബ്ദുൾ റഹീമിന് സാധിക്കില്ലെങ്കിലും ഉച്ചയ്ക്ക് ഉമ്മയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും, ബന്ധുക്കളെ കാണാൻ കഴിയും. അതൊക്കെ ഒരു വലിയ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ് എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ ഒന്നടങ്കം പറയുന്നത്. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ അബ്ദുൾ റഹീമിന്റെ ഈ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു. എന്തായാലും 7:31 കരിപ്പൂരിൽ ആ വിമാനം, എയർ ഇന്ത്യ വിമാനം ഇറങ്ങുമെന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. ഉന്മേഷ്, ക്രിസ്റ്റീന. ഓക്കെ, എന്തായാലും വലിയ പെരുന്നാളിന് വലിയ സന്തോഷമാണ്. ഒരു അമ്മയുടെ കണ്ണുനീരിന് അറുതി വരുത്താൻ ലോക മലയാളികൾ ഒന്നിച്ച് ചേർന്ന ഒരു കേരള മാതൃക കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.